ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്നോ, കുറച്ച് വൈറ്റമിൻസിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് നിത്യേന നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വൈറ്റമിൻസ്. അപ്പോൾ ഈ വൈറ്റമിൻസ് കഴിച്ചാൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ, അപ്പോൾ മിക്കവാറും നമ്മുടെ ഒത്തിരി രോഗങ്ങൾക്കും അതുപോലെ ഒത്തിരി സൗന്ദര്യ പ്രശ്നങ്ങൾക്കും എല്ലാം കാരണം വൈറ്റമിൻ ഡെഫിഷ്യൻസി. അപ്പോൾ മുടി കൊഴിച്ചിലാണെങ്കിലും അതുപോലെ മുഖക്കുരു, മുഖത്തുണ്ടാവുന്ന ഒത്തിരി പ്രശ്നങ്ങൾ, പിന്നെ വരൾച്ച, പിന്നെ ചുളിവുകൾ, അങ്ങനെ ഒത്തിരി സൗന്ദര്യ പ്രശ്നങ്ങൾക്കും ഒരു കാരണം വൈറ്റമിൻ ഡെഫിഷ്യൻസിയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഒത്തിരി അസുഖങ്ങൾക്കും കാരണം വൈറ്റമിൻ ഡെഫിഷ്യൻസി ആവുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ വൈറ്റമിൻസാണ് നമുക്ക് ഡെയിലി വേണ്ടത്, അതിന് നമ്മൾ ഏതെല്ലാം ഭക്ഷണങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത്, അതാണ് ഇന്നത്തെ എൻ്റെ പോസ്റ്റ് കേട്ടോ. മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ, പലരും വൈറ്റമിൻ ടാബ്ലറ്റ്സും സപ്ലിമെൻറ്റ്സും ഒക്കെ ഇങ്ങനെ വാങ്ങി ഒത്തിരി കഴിക്കണവരെ എനിക്കറിയാം കേട്ടോ. ഞാനത് റെക്കമെൻഡ് ചെയ്യില്ല. കാരണം നമ്മളൊരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ റെഗുലറായിട്ട് കഴിക്കാൻ പാടില്ല. പിന്നെ നമുക്ക് ഒരു മാസമൊക്കെ നമുക്ക് കഴിക്കാം, അല്ലാണ്ട് നമ്മൾ റെഗുലറായിട്ട് 365 ദിവസവും ഒരു വൈറ്റമിൻ ടാബ്ലറ്റ്സും കഴിക്കേണ്ട ആവശ്യമില്ല. ഇന്നിപ്പോൾ മലയാളികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ ഒരു ആഹാരക്രമം നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും വൈറ്റമിൻസ് എല്ലാം നമുക്ക് കിട്ടുന്ന ആഹാരങ്ങളാണ് നമ്മൾ കഴിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആഹാരത്തിൽ കൂടി നമുക്ക് ആവശ്യമുള്ള വൈറ്റമിൻസ് എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതാണ് എനിക്ക് ആദ്യം തരാനുള്ള ഒരു അഡ്വൈസ്. അപ്പോൾ ഏതൊക്കെ വൈറ്റമിൻസാണ് നമ്മുടെ പ്രായം, നമുക്കെന്നും ചൊറിയൊറുക്കോട് കൂടിയിരിക്കുന്നതിനും അതുപോലെ രോഗങ്ങളിൽ നിന്ന് പിന്നെ നമുക്കൊരു രോഗപ്രതിരോധ ശേഷി നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്നതിന് ആവശ്യമായ ഒരു 6 വൈറ്റമിൻസാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കേട്ടോ. അതായത് നമ്മൾ ABCD എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ വൈറ്റമിൻസും കൂടാതെ കെ, ഇതാണ് നമുക്ക് മസ്റ്റായിട്ട് നമ്മുടെ ഒത്തിരി പ്രശ്നങ്ങൾക്ക് ആവശ്യം ഇല്ല, രോഗപ്രതിരോധ ശേഷി അത് തന്നെ പറയട്ടെ, അതുപോലെ സൗന്ദര്യ പ്രശ്നങ്ങൾക്കും എല്ലാത്തിനും ആവശ്യം കേട്ടോ ആയ വൈറ്റമിൻസാണ് ഇത്. അപ്പോൾ ഇതെങ്ങനെയൊക്കെയാണ് നമുക്ക് ഗുണം ചെയ്യുന്നതെന്നാണ് ആദ്യം ഞാൻ പറയുന്നത്. ഇപ്പോൾ വൈറ്റമിൻ എ തന്നെ എടുക്കുക. അപ്പം നമ്മുടെ എല്ലാം മനസ്സിൽ കാഴ്ചശക്തി കൂട്ടാനാണ് അല്ലേ. അത് മാത്രമല്ല കേട്ടോ, നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിനും ഹാർട്ടിൻ്റെയും ലങ്സിൻ്റെയും മറ്റ് ഓർഗൻസിൻ്റെ എല്ലാം ആരോഗ്യത്തിനും ഈ വൈറ്റമിൻ എ ആവശ്യമാണ്. കൂടാതെ നമ്മുടെ മുഖക്കുരു അങ്ങനെയുള്ള സൗന്ദര്യ പ്രശ്നങ്ങൾക്ക്, അത് ഞാൻ ഒത്തിരി പറഞ്ഞിട്ടുള്ളതിനും കൊണ്ട് ഞാൻ ഇതിൽ പറയുന്നില്ല കേട്ടോ. അപ്പോൾ സൗന്ദര്യ പ്രശ്നങ്ങൾക്കും വൈറ്റമിൻ എ നമുക്ക് ആവശ്യമാണ്. പിന്നെ നമുക്ക് വേണ്ടത് ബി കുടുംബത്തിലെയാണ്. അതിൽ എടുത്തു പറയാവുന്നത് B3 ആണ് കേട്ടോ. അപ്പോൾ ഈ B3യുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നേർവ്സിൻ്റെ, ഇപ്പോൾ ഒരു പ്രായമൊക്കെ ആകുമ്പോൾ നേർവ്സിന് പ്രശ്നങ്ങളൊക്കെ വരും. അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും പിന്നെ നമ്മുടെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. അതുപോലെ സ്കിൻ ഹെൽത്ത്, പിന്നെന്താ നമ്മുടെ ഫുഡിൽ നിന്നുള്ള എനർജി യൂട്ടിലൈസ് ചെയ്യാനൊക്കെ നമുക്ക് B3 ആവശ്യമാണ് കേട്ടോ. അപ്പം നമുക്ക് ആ ഫുഡ് വേണം, അതിന് B3 അടങ്ങിയ ഫുഡ് വേണം. പിന്നെ ഇപ്പോൾ എയും കഴിഞ്ഞു, ബിയും കഴിഞ്ഞു, ഇനി അടുത്തത് സി ആണ് കേട്ടോ. സീനെ സംബന്ധിച്ച് നമ്മുടെ സൗന്ദര്യ പ്രശ്നങ്ങൾക്ക് ഒത്തിരി പരിഹാരം വൈറ്റമിൻ സി നമ്മളെല്ലായിടത്തും പറയാറുണ്ടല്ലേ. അതുകൂടാതെ നമ്മുടെ പിന്നെ കാർട്ടിലേജിൻ്റെ, അതുപോലെ ബ്ലഡ് വെസൽസിൻ്റെ ആരോഗ്യം, പിന്നെ അയൺ അബ്സോർവ് ചെയ്യാൻ നമുക്ക് പിന്നെ വൈറ്റമിൻ സി വേണം. പിന്നെ ടിഷ്യൂസ്, സെൽസ്, ബ്ലഡ് വെസൽസ്, ഇതിൻ്റെയൊക്കെ ആരോഗ്യത്തിന്, ഇതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ സുഗമമായി നടക്കുന്നതിന് ഈ ടിഷ്യൂസിൻ്റെയും സെൽസൊക്കെ എപ്പോഴും ഇങ്ങനെ സെൽസൊക്കെ ഇങ്ങനെ നമുക്ക് പോയി പുതിയ കോശങ്ങൾ വരിക എന്നൊക്കെ നമുക്കറിയാമല്ലേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ത്വരിതഗതിയിൽ ഇതൊക്കെ നടക്കുന്നതിന് വൈറ്റമിൻ സി മസ്റ്റാണ്. അപ്പോൾ അതും അടങ്ങിയ ആഹാരം നമ്മൾ ശീലമാക്കണം കേട്ടോ. ഇനി നമുക്ക് ഡി ആണ് വേണ്ടതല്ലേ. ഡി നമ്മൾ വെയിൽ കൊണ്ടാൽ കിട്ടും, നമ്മൾ ഒത്തിരി ആഹാരങ്ങൾ കഴിച്ചാൽ കിട്ടും. D3 ആണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഈ പ്രമേഹ രോഗികൾക്ക് അതിൻ്റെ റിസ്ക് കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ മസിൽസിൻ്റെ ആരോഗ്യത്തിനും പിന്നെ എല്ലുകളുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷി കൂടുന്നതിനും എല്ലാത്തിനും നമുക്ക് പിന്നെ D3 ആവശ്യമാണ്, ഡി ആവശ്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ
അടങ്ങിയ പിന്നെ വേറൊന്നുണ്ട് കേട്ടോ, ഡിപ്രഷൻ. ചിലർ പ്രായമാകുമ്പോഴും പിള്ളേർക്കൊക്കെ ഉണ്ട് ഇപ്പോൾ ഡിപ്രഷൻ. അപ്പോൾ അതെല്ലാം കുറയ്ക്കുന്നതിന് D3 ആവശ്യമാണ്. അപ്പോൾ D വൈറ്റമിൻ അടങ്ങിയ ആഹാരങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കണം. പിന്നെ അടുത്തത് നമുക്ക് വേണ്ടത് ഇപ്പോൾ എയും കഴിഞ്ഞു, ബിയും കഴിഞ്ഞു, സിയും കഴിഞ്ഞു, ഡിയും കഴിഞ്ഞു അല്ലേ. പിന്നെ ആണ്. ഇയെ സംബന്ധിച്ച് സൗന്ദര്യ പ്രശ്നങ്ങൾക്ക് ഒത്തിരി മറുപടിയാണ്. നല്ല ഒന്നാന്തര മോയ്സ്ചറൈസറാണ്, സ്കിൻ തിളങ്ങുന്നതിനും എല്ലാത്തിനും നല്ലതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഹാർട്ട്, രക്തക്കുഴലുകൾ, ക്യാൻസർ റിസ്ക് കുറയ്ക്കുന്നതിനും ചുവന്ന രക്താണുക്കളെ കൂട്ടുന്നതിനും പിന്നെ സെൽസിൻ്റെ ആരോഗ്യത്തിനും സ്കിന്നിൻ്റെ ഹെൽത്തിനും എല്ലാത്തിനും, ഇൻഫ്ലമേഷൻ, നീർവീക്കങ്ങൾ, ശരീരത്തിലുണ്ടാകുന്ന നീർവീക്കങ്ങൾ തടയുന്നതിനും എല്ലാത്തിനും നമുക്ക് വൈറ്റമിൻ ഇ ആവശ്യമാണ്. അപ്പോൾ വൈറ്റമിൻ ഇ അടങ്ങിയ ആഹാരങ്ങൾ നമ്മൾ തിരഞ്ഞെടുത്ത് കഴിക്കണം. ഇനി കെ ആണ് കേട്ടോ. ഇതിൻ്റെ പിന്നെ ഇത് നമ്മൾ കഴിക്കുന്നതുകൊണ്ട്, ഇതടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന്, നമ്മുടെ ഈ രക്തമൊക്കെ കട്ട പിടിക്കുന്ന, ബ്ലഡ് ക്ലോട്ട് ആവാനുള്ളൊരു ടെൻഡൻസി നമുക്ക് മറികടക്കാൻ സാധിക്കും. അതുപോലെ ഹാർട്ടിൻ്റെ ആരോഗ്യം, പ്രമേഹത്തിൻ്റെ റിസ്ക് കുറയ്ക്കാൻ സാധിക്കും. പിന്നെ എല്ലുകളുടെ ആരോഗ്യം, ലിവറിൻ്റെ ആരോഗ്യം, ഇതിനെല്ലാത്തിനും ആവശ്യമായ ഒന്നാണ് വൈറ്റമിൻ കെ. അപ്പോൾ ഇത്രയും പിന്നെ വൈറ്റമിൻസ് റെഗുലറായിട്ട് നമ്മുടെ ഫുഡിൽ നമുക്ക് ഉൾപ്പെടുത്താം കേട്ടോ. അപ്പം ഞാൻ കോമൺ ആയിട്ടുള്ള ഇതെല്ലാം സെപ്പറേറ്റ് ഞാൻ നോക്കിയിട്ട് എല്ലാത്തിലും കൂടിയുള്ള കുറേയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് പിന്നെ നോൺ വെജ് കഴിക്കുന്നവരെ സംബന്ധിച്ച് ഫിഷ് ഓയിൽ, ലിവർ, അതുപോലെ തന്നെ ബീഫ്, ചിക്കൻ, എഗ്ഗ്, ഇതിലെല്ലാം എയും D3യും ഇയും B3യും എല്ലാം അടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നട്ട്സ്, സീഡ്സ്, ഓയിൽസ്, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഓയിൽസ്, ധാന്യങ്ങൾ, ഇതിലെല്ലാം വൈറ്റമിൻ ഇ ധാരാളം അടങ്ങിയിട്ടുണ്ട്. പിന്നെ പാലുൽപ്പന്നങ്ങൾ, പയറ് വർഗ്ഗങ്ങൾ, പരിപ്പ് വർഗ്ഗങ്ങൾ, പച്ച ഇല വർഗ്ഗങ്ങൾ, ഇത് വൈറ്റമിൻ സി ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. പിന്നെ എല്ലാ കളറിലുള്ള പച്ചമുളകുകൾ, ഇതെല്ലാം എല്ലാ വൈറ്റമിൻസൊക്കെ നമുക്ക് തരുന്നതാണ്. പിന്നെ കൂടാതെ നമ്മൾ കറിയൊക്കെ തക്കാളി, അതുപോലെ തക്കാളിയൊക്കെ മിക്കവാറും എല്ലാം ഉണ്ട്, എയുണ്ട്, സിയുണ്ട്, എല്ലാം അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. പിന്നെ മത്തങ്ങ, പിന്നെ ക്യാരറ്റ്, ബീട്രൂട്ട്, മധുരക്കിഴങ്ങ്, പൊട്ടറ്റോ തുടങ്ങി ഇതെല്ലാം നമ്മൾ ഒന്നെടുത്ത് നോക്കുകയാണെങ്കിൽ മിക്കവാറും ഇതെല്ലാം നമ്മൾ എല്ലാ ദിവസം കഴിക്കുന്നവരാണല്ലേ. അപ്പോൾ ഇതിലേതെങ്കിലും 1, 2, 3 ഒക്കെ നമ്മൾ കഴിക്കുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, പ്രത്യേകിച്ച് നമ്മൾ ഏജിങ് ഉള്ള പീപ്പിളാണെങ്കിൽ, ഒരു 45 വയസ്സിന് ശേഷമുള്ളവർ, ഇതെല്ലാം നമ്മൾ കഴിക്കുമ്പോൾ ഇതിന് വേണ്ടിയാണ്. നമ്മളിപ്പോൾ ക്യാരറ്റ് കഴിക്കുമ്പോൾ വൈറ്റമിൻ എ കിട്ടാനാണ്, അല്ലെ മുട്ട കഴിക്കുമ്പോൾ എല്ലാ ദിവസവും മുട്ട കഴിക്കണം നല്ലതാണ് കേട്ടോ. ആഴ്ചയിൽ 3 ദിവസമെങ്കിലും കഴിക്കണം. ആരും പേടിക്കണ്ട കൊളസ്ട്രോൾ വരും എന്നോർത്ത്. അപ്പോൾ നമ്മൾ ഓരോന്ന് കഴിക്കുമ്പോഴും ഇന്നതിനാണെന്ന് നമ്മുടെ മനസ്സിൽ വന്നു കഴിയുമ്പോൾ നമ്മളത് കുറച്ചും കൂടെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കഴിക്കാൻ ശ്രമിക്കുമല്ലേ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫുഡിലേക്ക് ഇതെല്ലാം ആഡ് ചെയ്യണം. പിന്നെ പഴങ്ങളാണെങ്കിൽ ബനാന കഴിക്കാത്തവരില്ല അല്ലേ. ബനാന കെയുണ്ട്, B3 ഉണ്ട് ധാരാളം. അതുപോലെ അവക്കാഡോസിലുണ്ട് കെയും B3 ഒക്കെ ധാരാളമുണ്ട്. പിന്നെ ബെറീസ്, സിട്രസ് ഫ്രൂട്ട്സ്, പച്ചക്കറികൾ, ഇതിലെല്ലാത്തിലും ധാരാളം വൈറ്റമിൻ സി ഉണ്ട്. അപ്പം നമ്മൾ നിത്യേന കഴിക്കുന്ന ആഹാരത്തിൽ നമുക്ക് മലയാളികളെ സംബന്ധിച്ച് നമുക്ക് ഈ വേണ്ട വൈറ്റമിൻസ് കിട്ടും. ഇനി നിങ്ങൾക്കത് എന്തെങ്കിലും കുറവ് വരെ തോന്നുകയാണെങ്കിൽ അതിനാവശ്യമായ ഫുഡ് ധാരാളമായിട്ട് കഴിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ഈ പോസ്റ്റ് നിങ്ങളുടെ ചെറുപ്പം നിലനിർത്തുന്നതിനും സൗന്ദര്യം നിലനിർത്തുന്നതിനും ആരോഗ്യം നിലനിർത്തുന്നതിനും പിന്നെ ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്താം കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. എന്നെ വാച്ച് ചെയ്യുന്നെങ്കിൽ എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യണം. ഓക്കെ എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.